ഹായ്, വെൽക്കം ടു സിജോസ് ടൈനി പ്ലാനറ്റ്. ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എഡ്ജ് എന്ന ബിൽഡിംഗാണ്. ന്യൂയോർക്കിലെ എഡ്ജ് എന്ന് പറയുന്ന ബിൽഡിംഗ് 100ാമത്തെ ഫ്ലോറിലൊരു ഒബ്സർവേഷൻ ഡക്ക് ഉണ്ട്. ആ ഡെക്ക് എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ബിൽഡിങ്ങിന് തള്ളി നിൽക്കുന്ന ഒരു ബാൽക്കണി. അത് നല്ലൊരു സ്ക്വയർ ഫീറ്റിലാണ്. അതിൻ്റെ നടുക്ക് ഗ്ലാസ് ആണ് പിടിപ്പിച്ചിരിക്കുന്നത്. ആ ഗ്ലാസ്സിൽ കൂടെ നമുക്ക് നടക്കാനും സാധിക്കും. അങ്ങനത്തെ ഒരു വലിയൊരു ബിൽഡിംഗാണ് എഡ്ജ്. അതിൻ്റെ മേളിൽ നിന്ന് നമുക്ക് ഫേമസ് ബിൽഡിംഗ് ആയ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ്, സ്റ്റാച്യു ഓഫ് ലിബർട്ടി, വേൾഡ് ട്രേഡ് സെൻറ്റർ, അങ്ങനെ ഫേമസ് എല്ലാ ബിൽഡിങ്സും നമുക്ക് കാണാൻ സാധിക്കും. അവിടെ 100 ഫ്ലോറിൻ്റെ മേളിൽ തന്നെ ഒരു 20 ഫ്ലോർ മേളിൽ നിന്ന് ഒരു ഹാങ് ചെയ്തിരിക്കുന്ന ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റിയും കൂടി അവിടെയുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇപ്പോൾ ചെൽസി മാർക്കറ്റിൽ നിന്ന് നേരെ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ സിറ്റി പാസ് വഴിയാണ് നമ്മൾ ഈ ഇതിലേക്ക് നമ്മൾ ബുക്ക് ചെയ്തത്. സിറ്റി പാസ് എന്നുള്ള 3 പ്ലേസസിന് സിറ്റി പാസ് എടുത്തിരുന്നത്. അതിലൊരു പ്ലേസാണിത്. ഇത് സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് നമുക്ക് അവിടേക്ക് കയറാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സ്ലോട്ട് ബുക്ക് ചെയ്തത് 5 മണിയുടെ സ്ലോട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ ചെൽസി മാർക്കറ്റിൽ നിന്ന് അവിടെ നിന്ന് നടന്നു തുടങ്ങി. നടന്നു പോകുന്ന വഴിയിൽ നല്ല മ്യൂറൽസ് കണ്ടിരുന്നു. നമ്മുടെ ഗാന്ധിജി, മദർ തെരേസേനൊക്കെ വെച്ചിട്ടുള്ള മ്യൂറൽ കണ്ടു. പിന്നെ നമ്മൾ വാക്ക് വേ കൂടെ നടന്നു. നമുക്ക് സഹായിക്കാൻ നമ്മുടെ കൂട്ടുകാരൻ ഗോപു ഉണ്ടായിരുന്നു. ഗോപു ന്യൂയോർക്കിൽ തന്നെ സെറ്റിൽഡാണ്. ഞാൻ നേരത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനാണ് നമുക്ക് വഴികാട്ടിയായിട്ടുള്ളത്. ഞങ്ങൾ എഡ്ജിൻ്റെ ബിൽഡിങ്ങിൻ്റെ അവിടെ എത്തി. ആദ്യം നമ്മൾ എസ്കലേറ്റർ കയറും, പിന്നെ ലിഫ്റ്റ് കയറും. ലിഫ്റ്റ് കയറിയിട്ട് 4ാമത്തെ ഫ്ലോറിലേക്ക് എത്തണം. 4ാമത്തെ ഫ്ലോറിൽ നിന്നാണ് നമുക്ക് എഡ്ജിൻ്റെ 100ാമത്തെ നിലയ്ക്കുള്ള ലിഫ്റ്റ് കയറേണ്ടത്. പക്ഷേ ആ ലിഫ്റ്റിലേക്ക് പോകുന്ന ആ വാക്ക് വേ കുറേ ലൈറ്റ് ഇൻസ്റ്റാളേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നല്ല രസകരമായ ലൈറ്റ് ഇൻസ്റ്റാളേഷൻസ് ആണ്. അവിടെ ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഫോട്ടോ അവർ പ്രിൻ്റ് അടിച്ച് നമുക്ക് തരും. ആഫ്റ്റർ നമ്മളിത് കണ്ടു കഴിഞ്ഞതിന് ശേഷം അതിനും സ്പെഷ്യൽ ചാർജസ് ഉണ്ട്. ലൈറ്റ്സൊക്കെ അടിപൊളി ലൈറ്റ്സാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ബിൽഡിങ്ങിൻ്റെ ഹിസ്റ്ററി പറയുന്ന കാര്യങ്ങളും അതിൽ കാണിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ലൈറ്റൊക്കെ എല്ലാം കണ്ട് നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടെ എത്താണ്. ലിഫ്റ്റിൽ കയറി. ലിഫ്റ്റിലാണെങ്കിൽ ഒരു രക്ഷയില്ല. അത് നല്ല രസമായിട്ടാണ് അവരുടെയും ലിഫ്റ്റിൽ ലൈറ്റപ്പ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ 100ാമത്തെ നിലയിലേക്ക് അങ്ങനെ എത്താണ്. അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും തുറന്നു കഴിയുമ്പോഴത്തേക്കും ഒരു ഏരിയയാണ്. ആ ഏരിയയിൽ നമുക്ക് ബാറ്, വാഷ്റൂം, റെസ്റ്റ് റൂമൊക്കെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങാം. എൻ്റെ പൊന്നെ, അടിപൊളി വ്യൂ ആണ്. നല്ല കാറ്റ്. ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് വെയിലൊന്നും അധികം അടിക്കില്ല. ഒരു ഗ്ലാസ്സാണ്. ആ ഗ്ലാസ്സാണ് ചുറ്റും. നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത ബാൽക്കണിയിലെത്തി. അവിടെ നിന്ന് നമുക്ക് വേൾഡ് ട്രേഡ് സെൻറ്റർ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിക്ക് ഭയങ്കര ചെറുതായിട്ടാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. നമുക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി ഭയങ്കര ചെറുതായിട്ട് കാണാം. അവിടെ നിന്ന് ഹഡ്സൺ റിവർ നല്ല വ്യൂ ആണ്. സിറ്റിയുടെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് അതിൻ്റെ വെളിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. നല്ല തിരക്കായിരുന്നു പൊതുവെ. നല്ല സീസൺ ടൈം ആയതുകൊണ്ട് നിറച്ച ആൾക്കാരായിരുന്നു. അതിലും എനിക്ക് തോന്നുന്നത് അതിൽ 40% ഇന്ത്യക്കാരായിരുന്നു. പിന്നെ ഞങ്ങൾ പതുക്കെ സെൻറ്ററിലുള്ള ആ ഗ്ലാസ് ഫ്ലോറിലേക്ക് പതുക്കെ ഞങ്ങൾ നടന്നു. ഗ്ലാസ് ഫ്ലോറിലേക്ക് പതുക്കെ ഞങ്ങൾ കയറി. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ഒരു പേടിയാകും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗ്ലാസിൻ്റെ മേളിൽ കയറാൻ. കാരണം താഴത്തേക്ക് 100 നിലയാണ് ഉള്ളത്. നമുക്ക് സിറ്റിയൊക്കെ അതിൻ്റെ ഗ്ലാസിനുള്ളിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും. കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഗ്ലാസ്സിൽ കിടന്നു ഇരുന്നു. പല രൂപത്തിൽ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷമാണ് ഞങ്ങൾ എഡ്ജ്, ശരിക്കും ഈ ബാൽക്കണിയുടെ ഒരു കോർണറുണ്ട്. ആ കോർണറിലേക്ക് ഞങ്ങൾ പതുക്കെ പോകാൻ നിന്നു. പക്ഷേ അവിടെ ഒരു ക്യൂ ആണ്. ഭയങ്കര ഡീസൻറ്റ് ക്യൂ ആണ്. നമ്മളവിടെ പോലെ ഇന്ത്യയിൽ പൊതുവേ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു അലമ്പ് ക്യൂ ഒന്നുമില്ല. നല്ല ഡീസൻ്റായിട്ട് എല്ലാവരും നിൽക്കുന്നു. അപ്പോൾ ഞങ്ങൾ ക്യൂവിൽ ഫോളോ ചെയ്തു എഡ്ജിൻ്റെ അവിടേക്ക് എത്തി. അതിനേക്കാളും മുമ്പ് ഞങ്ങൾ മേളിൽ ആ ക്യൂവിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ കണ്ടത് ഏറ്റവും മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അഡ്വഞ്ചർ പ്രോഗ്രാം ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് മേളിലേക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അവർ അത്രയ്ക്ക് ഹൈറ്റിലാണ്. അവർ അവിടെ നിന്ന് ഹാങ് ചെയ്ത് അവരെ നിർത്തും. ആ കയറുന്ന സ്റ്റെപ്പും അതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. ഞങ്ങളത് ട്രൈ ചെയ്തില്ല. ഒന്ന് പേടി, ഒന്ന് എക്സ്പെൻസീവ് ആണ്. ഒരു ടിക്കറ്റിന് $35 സംതിങ് ആണ്. രണ്ടും കൂടിയുള്ള കാരണം ഞങ്ങൾ കയറിയില്ല. അങ്ങനെ ഞങ്ങൾ പതുക്കെ എഡ്ജിൻ്റെ അവിടേക്ക് ഞങ്ങൾക്ക് ചാൻസ് കിട്ടി. എഡ്ജിൻ്റെ അവിടേക്ക് എൻ്റെ മൂത്ത മോന് വന്നില്ല. മൂത്ത മോന് ചെറിയൊരു പേടിയൊക്കെ വന്നു. ഇളയാളും വൈഫും ഞാനും കൂടിയിട്ട് അവിടെ മൂലയ്ക്ക് ഇരുന്ന് കുറച്ച് നേരം വീഡിയോ എടുത്തു. ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മൾ സെൽഫി സ്റ്റിക്ക് അധികം റേസ് ചെയ്യാൻ പറ്റില്ല. അവിടെ അലൗഡ് അല്ല സെൽഫി സ്റ്റിക്ക് അത്രത്തോളം റേസ് ചെയ്ത് പിടിക്കുക. സ്റ്റിൽ കുറച്ച് പൊക്കിയിട്ട് ഞാൻ വീഡിയോസൊക്കെ എടുത്തു. വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം പിന്നെയും ഗ്ലാസിൻ്റെ അവിടെ ചെന്ന് ഞങ്ങൾ കുറച്ച് നേരം വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് അവിടെ ഒരു ബാൽക്കണി സെറ്റപ്പൊക്കെ ഒരു സ്റ്റെപ്പ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ഇരുന്ന് ഈ ആകാശ കാഴ്ച നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ. സൺസെറ്റിന് കാണാൻ നല്ല രസമായിരിക്കും. ഞങ്ങൾക്ക് കിട്ടിയിരുന്ന സമയം എന്ന് പറയുന്നത് 5 to 6 ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 6 ആയപ്പോഴത്തേക്കും നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ പോയത് അതിൻ്റെ അടിയിലൊരു ഫേമസ് ബേക്കറി ഉണ്ട്. മെഗ്നോളിയ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അവിടെ. അത് ഞങ്ങൾക്ക് ട്രൈ ചെയ്യണം. കാരണം പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് എന്തായാലും മെഗ്നോളിയ ബേക്കറി കണ്ടു കഴിഞ്ഞാൽ അവിടുത്തെ ബനാന പുഡിങ് എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ഞങ്ങൾ അവിടെ നിന്ന് ഓർഡർ ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല ടേസ്റ്റാണ്. പല ഫ്ലേവേഴ്സ് നമ്മൾ ബനാന പുഡിങ്ങിൻ്റെ ഞങ്ങൾ മേടിച്ചു. അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തു. അപ്പം അങ്ങനെ ഞങ്ങൾ പതുക്കെ അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്ക് പിന്നെ
എഡ്ജിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇതാണ് എഡ്ജിൻ്റെ വിശേഷങ്ങൾ. ഇതിൻ്റെ 360 വീഡിയോ എൻ്റെ ചാനലിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ 360 വ്യൂ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ, അടുത്ത ലൊക്കേഷൻ ന്യൂയോർക്കിൻ്റെ വീഡിയോയുമായിട്ട് ഞാൻ വരും. ഇനി ഞങ്ങൾ പതുക്കെ പോകാൻ പോകുന്നത് ടൈം സ്ക്വയറിലേക്കൊക്കെയാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.